പ്രിയപ്പെട്ട കൂട്ടുകാരെ, രാവിലെ എണീക്കുന്ന സമയത്ത് പല്ല് വൃത്തിയാക്കുന്നവരാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഒരു കർമ്മമാണ് ദന്തശുദ്ധീകരണം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം കൽപ്പിച്ച ഒരു കാര്യം കൂടിയാണ്. എൻ്റെ ഉമ്മത്തിന് ലൗലാ അൻ അഷുഖ അല ഉമ്മത്തിയിലെ അമർത്തുഹും ബി സിവാക്ക് ഇൻദ കുല്ലി മക്തൂബാത്ത്, എൻ്റെ ഉമ്മത്തിന് പ്രയാസകരമാവുമെന്ന് ഭയമില്ലായിരുന്നുവെങ്കിൽ ഞാനത് എല്ലാ ഫർദ് നിസ്കാരത്തിൻ്റെയും സമയത്ത് നിർബന്ധമാക്കുമായിരുന്നുവെന്ന് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ദന്തശുദ്ധീകരണം. പ്രത്യേകിച്ച് നമ്മൾ ഇക്കാലത്ത് ഒരുപാട് പല്ലുമായി ബന്ധപ്പെട്ട അസുഖമുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ പ്രത്യേകം അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർദ്ദേശിക്കാറുണ്ട്. ഒരു മനുഷ്യൻ ജനിച്ച് അവൻ മരിക്കുന്നത് വരെ, അവന് 60 വയസ്സാണെങ്കിൽ 70 വയസ്സാണെങ്കിൽ 70 വർഷത്തോളം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മൾക്ക് ഓരോരുത്തർക്കുണ്ട്. അത് അത്രയും വർഷം ഉപയോഗിക്കാനുള്ള ടൂളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പല്ലിനെ നമുക്ക് തന്നത്. അപ്പം അത് കൃത്യമായി വൃത്തിയായി കൊണ്ടു നടത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് എപ്പോഴും വൃത്തിയാക്കുന്നത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചത്. പിന്നെ പ്രത്യേകം മുഅക്കദായ സുന്നത്തായ എപ്പോഴും വൃത്തിയാക്കുന്നത് സുന്നത്താണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ മുഅക്കദായ സുന്നത്തുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞാൽ വുളൂഇൻ്റെ സമയം മുഅക്കദായ സുന്നത്താണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഅക്കദായ സുന്നത്താണ്. പിന്നെ ഇഹ്റാമിന് വേണ്ടി മുഅക്കദായ സുന്നത്താണ്. പിന്നെ കിടന്നുറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എണീറ്റാലും മുഅക്കദായ സുന്നത്താണ്. പിന്നെ വായ പകർച്ചയാകുമ്പോൾ ഖുർആൻ, ഹദീസ്, ദിക്ർ എന്നിവ ഓതാൻ തുടങ്ങുമ്പോൾ പിന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ മുഅക്കദായ സുന്നത്താണ് പല്ല് തേക്കുന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കണം പല്ല് തേക്കേണ്ടത്? ഉരമുള്ള വസ്തു കൊണ്ടായിരിക്കണം പല്ല് തേക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് അറാക്കാണ് ഏറ്റവും ബെസ്റ്റ് പല്ല് തേക്കാൻ വേണ്ടി. എങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമിൽ പല്ല് തേക്കേണ്ട രീതി? അത് വീതിയിൽ പല്ല് തേക്കുക. പല്ല് വീതിയിൽ, അതായത് പല്ല് ഇങ്ങനെ ഉണ്ടാവുക, അതിൻ്റെ വീതിയിൽ ഇങ്ങനെ. അത് വലതുഭാഗത്തും തുടങ്ങുക, റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. റൈറ്റ് സൈഡ് ഫുള്ള് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. പിന്നെ നാവ് നീളത്തിലും പല്ല് തേക്കുക. അങ്ങനെയാണ് പല്ല് തേക്കുന്ന രീതി. ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബ്രഷ് ചെയ്യുന്നത് കൊണ്ട്, ദന്തശുദ്ധീകരണം നടത്തുന്നത് കൊണ്ട് നമുക്ക് നൽകുന്നത്. പല്ലു തേച്ച് ഒരു നിസ്കാരത്തിന് പോയാൽ പല്ല് തേക്കാതെ പോയ നിസ്കാരത്തിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ഈ കർമ്മമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അത്രയ്ക്കും പ്രതിഫലം, ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വച്ചിരിക്കുന്നത്.